നമ്മുടെ അണ്ണൻ പരാതി കൊടുത്തിട്ട് ഒരു അനക്കവും ഇല്ലല്ലോ പൗർണമി. അതെ, മനസ്സിലായോ അണ്ണനെ? പേരൊന്നും പറഞ്ഞേക്കല്ലേ അറിയാതെ പോലും. അയ്യോ എനിക്കിപ്പോ തോക്കും ചൂണ്ടി നമ്മുടെ എതിരെയും ഇനിയിപ്പോ നമ്മൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അങ്ങേരെ കുറിച്ച് പറഞ്ഞിട്ട് കേസ് വരാത്ത ആൾക്കാര്. അതിന്റെ സങ്കടത്തിലാണ്. അതിന്റെ സങ്കടത്തിൽ ഞാനിങ്ങനെ ഓരോ ദിവസം പ്രതീക്ഷിച്ചിരിക്കുക എപ്പോഴാണ് ഇനി നമുക്ക് നേരെ വരും, നമ്മളെ അന്വേഷിച്ച് നമ്മുടെ അഡ്രസ് ഒക്കെ തിരക്കി പിടിച്ച് ഓരോ ടാർഗറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളെയാണെന്ന് തോന്നുന്നു നിലവിൽ. ഇനി അത് മാറാൻ സാധ്യത ഉണ്ടായിരിക്കും. വ്യക്തമായ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ അണ്ണൻ അല്ലേ? അണ്ണാച്ചി അണ്ണാന്ന് പറഞ്ഞില്ല അണ്ണാച്ചി. പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ വ്യക്തി ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒന്ന് അടങ്ങിയിരിക്കുന്നത്. ശരിയാണ്, ശരി. ഇപ്പൊ സൂചിപ്പിച്ച കാര്യം 2 ദിവസം കഴിഞ്ഞല്ലോ കമ്മീഷണർ ഓഫീസിൽ വന്ന് കേസ് കൊടുത്തിട്ട്. അപ്പൊ അതിന്റെ ഒരുപക്ഷെ അവർ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. കുറച്ച് അന്വേഷണങ്ങൾക്ക് ശേഷം കൃത്യമായ വിവരം ലഭിച്ചതിന് ശേഷമായിരിക്കും ഇവർ ആക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് തന്നെ ആയാലും നിലവിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് പരാതി കൊടുക്കാൻ ചെല്ലുന്നത്. നമ്മൾ കണ്ടതാണ്, എല്ലാ മെയിൻ സ്ട്രീം മാധ്യമങ്ങളും ചുറ്റുമുണ്ടായിരുന്നു, അവരോട് സംസാരിക്കുന്ന കേട്ടു. പക്ഷെ അപ്പോഴും ശാരിക ഒരു കാര്യം ശ്രദ്ധിച്ചോ, അണ്ണൻ പറയുന്നത് മാത്രമാണ് അവർ ഒപ്പിയെടുത്തത്. അല്ലാതെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നതായിട്ട് ഈവൻ ഈ മെയിൻ സ്ട്രീം ചാനലുകൾക്കിടയിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആരും തന്നെ വലിയ കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അല്ലെ? സാധാരണഗതിയിൽ ഇങ്ങനെ കോൺട്രവേഴ്സി, പ്രത്യേകിച്ചും ഈ പറയപ്പെടുന്ന പോലെ കണ്ടന്റിന് വേണ്ടി ഓടി നടക്കുന്ന, ആക്രാന്തം പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ് മാധ്യമങ്ങൾ. അത് ഡിജിറ്റൽ മീഡിയ എന്നില്ല, സാറ്റലൈറ്റ് മീഡിയ എന്നില്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. നിസ്സാരം ഒരാളൊന്ന് കല്ലെറിഞ്ഞാൽ, ഒരു പട്ടി കടിച്ചാൽ, ഒരു പൂച്ച തുമ്മിയാൽ ഒക്കെ ഇപ്പം വാർത്തയാണ്. അങ്ങനെ വാർത്തയ്ക്ക് ആ വാർത്തയെ തന്നെ കണക്ട് ചെയ്ത് ദിവസവും കണക്കിന് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇടുന്ന ആൾക്കാരാണ് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ. അതുകൂടാതെ ഓൺലൈൻ ചാനലുകാരും അങ്ങനെ ഇരുന്ന് ഓരോരുത്തരും, നമ്മൾ ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ അതിന്റെ പല വേർഷൻസ് ഇറക്കും, ഏത് വാർത്ത എടുത്ത് നോക്കിയാലും. അപ്പൊ ഇത്രയും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ഈ പറയുന്ന പോലെ ഈ ചെകുത്താനും എലിസബത്തും ഈ സോകോൾഡ് അണ്ണാച്ചി ആക്ടറും ഒക്കെ ഉള്ള ഈ പറയപ്പെടുന്ന ഒരു സംഭവം, അത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 മാസമായിട്ട് എവറി ഡേ അത് നല്ല വ്യൂസിൽ എല്ലാ ചാനലും പോകുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു ഈ പറയപ്പെടുന്ന അണ്ണൻ തമ്പി അദ്ദേഹം ഈ പറയപ്പെടുന്ന എലിസബത്ത്, മുൻ ഭാര്യ എലിസബത്തിനെതിരെ പരാതി കൊടുക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ച സൂചിപ്പിച്ച പോലെ നവവരനെ എതിരേൽക്കാനായിട്ട് വരുന്ന പെണ്ണു വീട്ടുകാരുടെ ബന്ധുക്കളെ പോലെ മാധ്യമ പ്രവർത്തകർ, സോക്കോൾഡ് മാധ്യമം, സാറ്റലൈറ്റ് മാധ്യമ പ്രവർത്തകർ മറ്റേ വടിയും പിടിച്ച് ഓടിച്ചെന്നിട്ട് ഒരു വാക്ക് പോലും ഈ പറയപ്പെടുന്ന ആക്ടറിനോട് ചോദിച്ചില്ല എന്നത് വലിയ എന്താ പറയുന്നത് സ്തുതി അർഹിക്കുന്ന ഒരു കാര്യം. ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഈ റേപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഏതോ ഒരു ചാനലിൽ നിന്ന് ചോദ്യം ഉയർന്നിരുന്നു. പക്ഷെ ആ ചോദ്യത്തിനുള്ള ഉത്തരമല്ല കിട്ടിയത്, ചോദ്യത്തിന് മറുചോദ്യമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുമോ എന്നുള്ളതായിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്നു. പിള്ളേർക്കല്ലേ അറിയത്തുള്ളൂ. അല്ല അപ്പോ പോലും ഈ പറയുന്ന വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് എന്നാണ്. അതായത് വളച്ചൊടിക്കാണ്, ഒന്നും ടു ദ പോയിന്റ് അല്ലെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റി വളഞ്ഞേ വരുള്ളൂ. അത് പലപ്പോഴായിട്ട് പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ റിസന്റ്ലി നടന്ന സംഭവമാണല്ലോ ഇത്, ഈ 2 ദിവസങ്ങൾക്ക് മാത്രം മുൻപ്. അപ്പോൾ ഈ ആരോപണങ്ങൾ, അതായത് എലിസബത്ത് പറഞ്ഞിരുന്നു ഈ റേപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ചോദ്യം ഏതോ ഒരു മാധ്യമത്തിൽ നിന്ന് ഉയർന്നിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊരിക്കലും ഒരാളും സമ്മതിക്കത്തില്ല, പക്ഷെ പറയാമായിരുന്നു ഇല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നതിന് പകരം ചോദിച്ചത് ഞാൻ അങ്ങനെ ചെയ്യുമോ. വളരെ നിസ്സാരമായിട്ട് നമ്മളിപ്പം ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ബോക്സ് മോഷ്ടിച്ചു അല്ലെങ്കിൽ ഒരു പെൻസിലോ സ്കെയിലോ മോഷ്ടിച്ചു, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പറയും ഞാൻ അങ്ങനെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് തമാശ പറയുന്ന പോലാണ്. ഇത്രയും മാധ്യമങ്ങളെ വിളിച്ച് മുന്നിൽ നിർത്തി സീരിയസ് ആയിട്ടുള്ളൊരു സംഭവം ചോദിക്കുമ്പോൾ പോലും അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി തരാതെ, ഇപ്പോൾ ഉണ്ടെന്ന് ആരും തന്നെ സമ്മതിക്കില്ല, അത് സത്യമായ കാര്യമാണ്. പക്ഷെ ഇല്ല എന്ന് സമ്മതിക്കാൻ മറ്റാരുടെയും സമ്മതം വേണ്ട. ആ സ്ഥാനത്ത് പോലും അത് ചെയ്യാതെ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് ആ ചോദ്യത്തെ വളച്ചൊടിച്ച് തിരിച്ച് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുന്ന ആ ഒരു ടാക്ടിക് അല്ലെ, അത് കൃത്യമായ അത് മാത്രമേ കഴിവുള്ളൂ. അതെ, ഈ പറയപ്പെടുന്ന പരാതി ലഭിച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ന്യായാധിപന്മാർക്ക് 2 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്തു പരാതി ആയാലും ഇപ്പൊ കൊടുത്ത ആൾ, ഓപ്പോസിറ്റ് നിൽക്കുന്ന, അലിഗേഷൻ കേൾക്കുന്ന ഈ പറയപ്പെടുന്ന സോക്കോൾഡ് ആക്ടർ, അത് കഴിഞ്ഞ ദിവസം ഒരു കമന്റിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ കേൾക്കാത്തൊരു സാധനം സോക്കോൾഡ് ആക്ടർ, അത് കൊള്ളാം, നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു ടേം ആയിട്ടാണ് അത് ഉണ്ടാക്കിയ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പൗർണമിയാണ് സോക്കോൾഡ് ആക്ടർ എന്ന രീതിയിൽ കൊണ്ടുവന്നത്. സോ അതിന് കമന്റ്സ് ഉണ്ട് കേട്ടോ തനിക്ക്. അപ്പോൾ എന്തായാലും ഈ സോക്കോൾഡ് ആക്ടർ ഒരു പരാതിയുമായി ചെല്ലുന്നു, അതും ഒരു അവരുടെ മുൻ ഭാര്യയ്ക്കെതിരെയുള്ള ഒരു പരാതി ആണ് സംഭവം. എന്നിട്ട് അതിനെതിരെ അല്ലെങ്കിൽ അതിന് എന്ത് നടപടി, എന്ത് അപ്ഡേറ്റ് ആണ് പോലീസ് മേധാവികൾ എടുത്തത്? ആക്ച്വലി ഇത്രയും കാര്യമായിട്ട്, ഇത്രയും കോലാലമായിട്ട് കമ്മീഷണർ ഓഫീസിൽ, കൊച്ചി കമ്മീഷണർ ഓഫീസിൽ ചെന്ന് ഇദ്ദേഹം പരാതി കൊടുക്കുമ്പോൾ ഇത്രയും ഈ പറയുന്ന വാനരപ്പടയെ പോലെ മാധ്യമപ്രവർത്തകർ അവിടെ ചെന്ന് അദ്ദേഹത്തിനെ ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് മാത്രം റാൻ മൂളി കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പറയപ്പെടുന്ന അധികാരികൾ
എന്ത് നടപടിയാണ് എടുത്തത്? സത്യത്തിൽ ഇദ്ദേഹം അവിടെ കിടന്ന് ഷോ കാണിച്ചാണെന്ന് എനിക്ക് സംശയമുണ്ട്. ദൈവം ഈ പറയപ്പെടുന്ന കമ്മീഷണറെ ഒക്കെ കണ്ടിട്ടുണ്ടോ? മേ ബി ഓർ മേ നോട്ട് ബി. ഇതൊരു കൈൻഡ് ഓഫ് ത്രെട്ടനിങ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അടങ്ങിയിരിക്കുകയല്ല. അതായത് ഇടയ്ക്കൊന്ന് വലിയ കാര്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ അല്ലെങ്കിൽ മറുപടികൾ പറയാതെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു ഈ പറയുന്ന ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഭാര്യയുമായിട്ട്. അപ്പം അവരുടെ ഒരു സ്വൈര്യ ജീവിതം അല്ലെ സ്വസ്ഥ ജീവിതത്തിന് അനുവദിക്കണം എന്നാണല്ലോ മെയിൻ വാദം. അപ്പൊ അത് തന്നെ അവരുടെ നിലവിലുള്ള യൂട്യൂബ് ചാനലിലൂടെ അത് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഈ പറയുന്ന എലിസബത്ത് തനിക്ക് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തയ്യാറായപ്പോൾ ഒരുപക്ഷെ ഒന്നുകിൽ പേടിച്ചിട്ടാവും, അല്ലെങ്കിൽ ഇത്രയും നാളും എന്റെ കൂടെ നിന്ന അല്ലെങ്കിൽ എന്റെ കീഴിൽ നിന്ന ആള് ഇനി എന്റെ മേലെ തല പൊക്കണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ പുറത്ത് ഇനി എല്ലാവരും ഈ നിയമവശങ്ങളും അല്ലെങ്കിൽ ഈ സപ്പോർട്ടേഴ്സും മുഴുവൻ തനിക്കുണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടേഴ്സും മറുകണ്ഠം ചാടി എലിസബത്തിന്റെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ചെന്നു. അപ്പോൾ അതിനെതിരെ താൻ ലീഗലി പോയി കഴിഞ്ഞാൽ ആളുകൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുമല്ലോ, ഇന്ന ആൾക്ക് പേടിയൊന്നുമില്ല, താൻ നിയമപരമായിട്ട് പോകുന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ കയ്യിൽ സോളിഡ് എവിഡൻസ് ഉണ്ടായിട്ടായിരിക്കുമല്ലോ എന്ന് ഈ പറയുന്ന മലയാളികൾ ചിന്തിക്കുമെന്നും അല്ലെങ്കിൽ കുറച്ചെങ്കിലും സപ്പോർട്ടേഴ്സിനെ ഇങ്ങോട്ട് അടിച്ചു മാറ്റി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നും ഒക്കെ ഉള്ളൊരു വിചാരമാവാം. പിന്നെ ഈ വീഡിയോ ഇടുന്ന വ്യക്തിയെ മാനസികമായി തകർക്കാനുള്ളൊരു ശരിക്കും ആ ഒരു ഉദ്ദേശം തന്നെ ഇല്ലേ? അത് തന്നെയാണ് അതിന്റെ മെയിൻ റീസൺ, അല്ലാതെ വേറൊന്നുമല്ല. ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക കഴിവ് ഈ സോ കോൾഡ് ആക്ടറിനുണ്ട്. സോ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മുടെ ഒരു പേഴ്സണൽ ചർച്ചയിൽ പൗർണമി സൂചിപ്പിച്ച പോലെ ഡയറക്റ്റ് അറ്റാക്ക് ഒന്നുമില്ല. പകരം ഇദ്ദേഹം മറ്റാൾക്കാരെ വെച്ച് അതേ നമുക്ക് ഡയറക്റ്റ് അറിയാത്ത ഇദ്ദേഹമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് അദ്ദേഹം ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു തന്ത്രം പുള്ളിക്ക് പണ്ടോട്ടേ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്തായാലും ചെകുത്താനെതിരെയും മൂപ്പൻസിനെതിരെയും സാത്താൻ എന്നുള്ള ചാനലിനെതിരെയൊക്കെ സ്ട്രൈക്കും ഭീഷണികളും ഒക്കെ ഉണ്ടായിരുന്നു. അവര് കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് മൗനമായിട്ടിരുന്നിരുന്നു. ബിക്കോസ് ബുദ്ധിപരമായി നീക്കമായിരുന്നു. കാരണം മൂപ്പൻസ് ഒക്കെ ഇന്നലെ വീണ്ടും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവരുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം തന്നെ അവരൊന്നും പിന്തിരിഞ്ഞു പോയിട്ടില്ല. പുള്ളിയുടെ ഒരു വിചാരമായിരുന്നു ഇവരൊക്കെ പേടിച്ച് മാളത്തിൽ ഒളിക്കും, ഈ പറയുന്ന സോക്കോൾഡ് ആക്ടറിന്റെ കാല് പിടിച്ച സാർ ഞങ്ങളുടെ ചാനൽ സ്ട്രൈക്ക് തരരുത്, ഇല്ല ഞാൻ തരില്ല, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കും എന്ന ലെവലിലാക്കും എന്നായിരുന്നു പുള്ളി കരുതിയിരുന്നത്. പക്ഷേ പുള്ളിയുടെ കരുതലിന് അപ്പുറമായി പോയി. കാരണം ഈ പറയപ്പെടുന്ന സത്യം എക്കാലവും പുറത്തു വരും. ഈ പറഞ്ഞ എലിസബത്തിന്റെ വായ് മൂടിക്കെട്ടാനേ അദ്ദേഹത്തിന് സാധിക്കത്തുള്ളൂ. ലോകത്തുള്ള എല്ലാ മലയാളി വ്ളോഗേഴ്സിന്റെയും അല്ലെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സിന്റെയും ഒന്നും വാ മൂടിക്കെട്ടാൻ ഈ പറയപ്പെടുന്ന സോക്കോൾഡ് ആക്ടറിന് അത്രയും വലിയ പവർ ഒന്നും അദ്ദേഹത്തിന് ഇല്ല കഴിഞ്ഞ ദിവസം എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം അല്ലേ ഈ പറയുന്ന ചെകുത്താൻ എന്ന് പറയുന്ന അജു അലക്സ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയപ്പെടുന്ന അദ്ദേഹം അത് ലൈവിൽ പറയുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ശരിക്കും ഈ പറയപ്പെടുന്ന അജു വർഗീസ് അല്ലെങ്കിൽ ചെകുത്താൻ എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബറിനെതിരെയാണല്ലോ പരാതി. ഈ പറയുന്ന എലിസബത്തിനോടൊപ്പം തന്നെ ഈ ഇദ്ദേഹത്തെയും കൂടെയാണ് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ എഫ്ഐആർ ആണെന്നോ മനസ്സിലാക്കുന്നത്? യെസ്, ഒറ്റ എഫ്ഐആർ ആണ്. സോ അതുകൊണ്ട് തന്നെ അതിനകത്ത് പറയുന്നത് അദ്ദേഹം അവിടെ മനോരമ ന്യൂസിന്റെ ആൾക്കാരെ മനോരമ ന്യൂസിന്റെ മറ്റേ വടി ഞാൻ കണ്ടായിരുന്നു കേട്ടോ, മൈക്ക് വേറെ ആരെയും കണ്ടിട്ടുമില്ല, അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിനകത്ത് അവരോട് പറഞ്ഞിരുന്ന ചെകുത്താൻ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, വേറൊന്നുമല്ല. ഇയാൾക്ക് കഴിഞ്ഞ പ്രാവശ്യം തോക്കുമായിട്ട് ഈ പറയപ്പെടുന്ന ചെകുത്താന്റെ വീട്ടിൽ ഈ പറയുന്ന സോക്കോൾഡ് ആക്ടർ ചെല്ലുമ്പോൾ അണ്ണാച്ചി ചെല്ലുമ്പോൾ അദ്ദേഹം അതിന് 2 ദിവസങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിനെതിരെ ഈ ചെകുത്താനെതിരെ പരാതി കൊടുക്കുകയും അതിനുശേഷമാണ് വട്ടളകി ഈ പറയപ്പെടുന്ന നമ്മുടെ ചെകുത്താന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും അതൊരു തനിയാവർത്തനം പോലെ അജു വർഗീസിന് തോന്നി എന്നാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതുപോലെ തന്നെ ആൾ ഇനി എന്തും ചെയ്യാൻ മടിക്കില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന സുഹൃത്ത് എന്ന് പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കുറെ തെളിവുകൾ പുറത്തുവിടുന്ന ലിജേഷ്, അദ്ദേഹം പറയുന്നത് പലവട്ടം ഇവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിലും ബർത്ത്ഡേ പാർട്ടിയിലും ഒക്കെ ആരാണ് ഈ ചെകുത്താൻ, അവൻ ഏത് ബ്ലോഗറാണ്, ഞാൻ അവനെ കൊന്നുകളയും എന്ന രീതിയിൽ പലവട്ടമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കാലങ്ങളായിട്ട് ഒരു വൈരാഗ്യം ഈ പറയപ്പെടുന്ന വ്യക്തിയോട് ഇയാൾ സൂക്ഷിക്കുന്നു എന്നാണ് ചെകുത്താനും പറയുന്നത്. അതുകൊണ്ട് പേടിച്ചിട്ട് തന്നെയാണ് ചെകുത്താൻ ഈ പറയപ്പെടുന്ന അഥവാ മരിച്ചു പോയാലും അദ്ദേഹം ചോദിക്കുന്ന പോലെ ആരെങ്കിലും എന്തെങ്കിലും അതിക്രമം കാണിച്ചാലും അറിയണമല്ലോ ഇന്നയാൾ കാരണമാണ് എനിക്കിത് സംഭവിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം അങ്ങോട്ട് ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത് ലൈവായിട്ട് ചെകുത്താൻ വന്ന് പറയുകയും ചെയ്തു. ഇവരാരും ഒളിവിൽ പോയിട്ടില്ല. ഈ പറയപ്പെടുന്ന എല്ലാവരും ഈ പറഞ്ഞ എലിസബത്തിന് സപ്പോർട്ടായിട്ട് ഇപ്പോഴും സ്റ്റിൽ വീഡിയോ ഇടുന്നത് തുടരുകയാണ്. ഈ പറഞ്ഞ സ്ട്രൈക്ക് കൊടുത്താലും യൂട്യൂബ് മണ്ടന്മാരല്ല. കാരണം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനൽ സ്ട്രൈക്ക് കിട്ടുമ്പോൾ മിക്ക ചാനൽസും ഈ എലിസബത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ എടുത്ത് പ്രമുഖ കുറച്ച് ചാനലുകൾ മൂപ്പൻസിനൊക്കെ അത്യാവശ്യം വ്യൂവേഴ്സ് ഉള്ള ചാനലാണ്. അവരേക്കൊക്കെ സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ അവർ ചുമ്മാതങ്ങ് ഈ പറയുന്ന യൂട്യൂബ് ആ ചാനൽ അങ്ങ് റിമൂവ് ചെയ്ത് കളയത്തൊന്നുമില്ല. അവരന്വേഷിക്കും, കൃത്യമായ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്താൽ ആ സ്ട്രൈക്ക് അവർ റിമൂവ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു തത്രപ്പാട്ടിലായിരുന്നു എന്ന് തോന്നുന്നു ഈ മൂപ്പൻസൊക്കെ. അത് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന പോലെ ഇയാൾ അങ്ങ് പേടിപ്പിച്ച് മൂക്കിപ്പൊടി കൊടുത്ത് മൂക്കി വലിച്ച് കയറ്റുമെന്ന് പറഞ്ഞ ഉടനെ വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുണ്ടാക്കിയ ഒരു ചാനൽ അങ്ങ് കളയാൻ പറ്റുമോ? ഇല്ല.
നമ്മുടെ ലോകത്ത് നടക്കുന്നത് ഈ പറയുന്ന എലിസബത്തിന്റെയും സോക്കോൾഡ് ആക്ടറുടെയും വിഷയങ്ങൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുടെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. സോ അതൊക്കെ അവർക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു നടപടികളാണ് അവരെടുത്തിരുന്നത്. എന്ത് തന്നെ ആയാലും ഈ പറയപ്പെടുന്ന സോക്കോൾഡ് ആക്ടർ നന്നായിട്ടൊന്ന് വരേണ്ടതുണ്ട്. ബേസിക്കലി ഹീസ് ക്രിമിനൽ എന്നാണ് ചെകുത്താൻ ആരോപിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കൊല്ലാനും തല്ലാനൊന്നും മടിയില്ല. ഇദ്ദേഹത്തിന്റെ ഗുണ്ടകൾ, ഈ പറയുന്ന അദ്ദേഹത്തിന് പൈസ കൊടുത്ത് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യാൾ, ഗുണ്ടകൾ എന്ന് നമ്മൾ പറയുന്ന പോലെ കയ്യാളുകൾ ലോകത്തിന്റെ പലയിടത്തും ഉണ്ട്. പലരിലൂടെയും നമുക്ക് എവിടെ നിന്നും എങ്ങനെയും അറ്റാക്ക് സംഭവിച്ചേക്കാം. അത് മാത്രമല്ല, മൂപ്പൻ ചോദിച്ചൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എങ്ങനെയാണ് അജു വർഗീസ് എന്ന് പറഞ്ഞ ഈ ചെകുത്താൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന കാര്യം തലേന്ന് ഈ പറയപ്പെടുന്ന സോക്കോൾഡ് ആക്ടർ അറിഞ്ഞത്? സോ അതിനർത്ഥം ഈ പറയപ്പെടുന്ന നമ്മൾ വിശ്വസിക്കുന്ന നീതിന്യായ വ്യവസ്ഥിതിയിലും ഇദ്ദേഹത്തിന്റെ കൈകടത്തലുകളുണ്ട്. അവിടെയും ചാരന്മാരും പണം വിഴുങ്ങുന്ന ആൾക്കാർ, ഈ പറയപ്പെടുന്ന സോക്കോൾഡ് ആക്ടർ 250 കോടി വിഴുങ്ങുന്ന ആൾക്കാരും അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ ഈ പറയപ്പെടുന്ന എവിടെയോ ഇരുന്ന അജു അലക്സ് അല്ലെങ്കിൽ ചെകുത്താൻ എന്ന് വിളിക്കുന്ന അജു അലക്സ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വരുന്നുണ്ടെന്ന വിവരം തലേന്ന് തന്നെ ഈ പറയപ്പെടുന്ന സോക്കോൾഡ് ആക്ടർ അറിയുന്നു, അല്ലെ? അതെ അതെ, തീർച്ചയായും. അത് മാത്രമല്ല, വേറൊരു കാര്യം പറയാനുള്ളത്, എന്തായാലും ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന സോക്കോൾഡ് ആക്ടർ തന്നെയാണ് ചെന്ന് പരാതി കൊടുത്തിട്ടുള്ളത്. ഞാനും അതുപോലെ തന്നെ ശാരികയും അതുപോലെ ഈ എലിസബത്ത് എന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവും തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം. കാരണം ആ അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തെ ചുരുളഴിയുള്ളൂ, സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ, സത്യം എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളും, അതോടൊപ്പം എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും. അപ്പൊ തീർച്ചയായും ആ പരാതി കൃത്യമായിട്ടും അന്വേഷിക്കണം. തീർച്ചയായിട്ടും അവർ അന്വേഷിക്കുന്നുണ്ടാവും. അന്വേഷിച്ച് കറക്റ്റ് രീതിയിലുള്ള നടപടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആര് കുടുങ്ങും എന്ന് നമുക്ക് എല്ലാവർക്കും അധികം വൈകാതെ നേരിട്ട് തന്നെ കാണാം.